ഒരു എടാ നിങ്ങൾക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തോ ഇല്ലല്ലോ? കാണിക്കുന്നുണ്ടോ? എന്താ അല്ല ചോപ്പ് എത്തിയോ? ഓക്കെ ഓക്കെ റൈറ്റ്. സോ we were talking about abrasives bonds, different types of bonds, different types of abrasives. Now grinding wheel, ഒരു ഗ്രൈൻഡിങ് വീല് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും, സ്റ്റാൻഡേർഡ് മാർക്കിംഗ്, സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ ചെയ്യുമെന്നുള്ളതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു ഗ്രൈൻഡിങ് വീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വേണേൽ പറയാം. അതിൽ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ we talk about grit, grade and structure of grinding wheels. Grit, grade and structure of grinding wheels. Okay, so എന്താണ് grit, എന്താണ് grade, എന്താണ് structure, then we will come to standard marking system. Okay, so grit or grain എന്നാണ് പറയാ. ഫസ്റ്റ് വൺ ഇസ് grit or grain. Grit size or grain size എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, grit size, എബ്രസീവ്സിന്റെ ഗ്രിറ്റിന്റെ സൈസ് അല്ലെ ഗ്രെയിൻ സൈസ് എന്ന് പറയും. സോ വാട്ട് യു മീൻ ബൈ ഗ്രിറ്റ്? എന്താണ് ഗ്രിറ്റ്? ഗ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് ഓഫ് എബ്രസീവ് ഗ്രെയിൻസ്, അതിനെയാണ് നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വി വിൽ കോൾ ഇറ്റ് ആസ് ഗ്രിറ്റ് സൈസ് ഓർ ഗ്രെയിൻ സൈസ്. ഓക്കെ, ഗ്രിറ്റ് സൈസ് ഓർ ഗ്രെയിൻ സൈസ്, അങ്ങനെയാണ് നമ്മൾ വിളിക്കുക തന്നെ, ഗ്രിറ്റ് സൈസ് ഓർ ഗ്രെയിൻ സൈസ്. സോ വാട്ട് യു മീൻ ബൈ എ ഗ്രിറ്റ് ഈസ് സൈസ് ഓഫ് എബ്രസീവ് ഗ്രെയിൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന എബ്രസീവ്സ് ഇല്ലേ, എബ്രസീവ് ഗ്രെയിൻസ് ഇല്ലേ, അതിന്റെ സൈസ്, അതിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ നമ്പർ. ഓക്കെ, നമ്പേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗ്രൈൻഡിങ് വീൽസ് ആർ ബോണ്ടഡ് വിത്ത് ദീസ് എബ്രസീവ് ഗ്രൈൻസ്, അല്ലെ, എബ്രസീവ് ഗ്രിഡ്സ്. Okay, grinding wheels are bonded with abrasive grids. ഓൾമോസ്റ്റ് വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ള, അതായത് കാണാൻ ഒരേപോലെയുള്ള അല്ലെ, ഐഡന്റിക്കൽ ആയിട്ടുള്ള സൈസിലും വളരെ യൂണിഫോമും ആയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അല്ലേ. സോ വി വിൽ ടേക്ക് സം abrasive grids, identical abrasive grids, അല്ലെ, we will bond it together to complete യൂണിഫോം കംപ്ലീറ്റ് ആക്ഷൻ, അല്ലേ, കറക്റ്റ് ആയിട്ടുള്ള കട്ടിങ് ആക്ഷൻസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രിഡ് സൈസ് ഒരു ഏകദേശം ഐഡന്റിക്കൽ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു. സോ ആ ഒരു പർട്ടിക്കുലർ സൈസ്, അല്ലെ, എബ്രസീവ് ഗ്രെയിൻസിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഗ്രിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ നമ്പർ. സോ ഈ മെഷീന്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഗ്രിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. കോസ്, മീഡിയം, ഫൈൻ ആൻഡ് വെരി ഫൈൻ. നമ്മൾ നമ്പർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. 8, 10, 12, 14, 16, 20, 24 ഈസ് എ കോസ് ക്ലാസിഫിക്കേഷൻ ആണ്. മീഡിയം ആൻഡ് ഫൈൻ ആകുമ്പോഴും അതിൻ്റെ നമ്മുടെ സൈസിന്റെ നമ്പേഴ്സിന്റെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം 100 എന്ന് പറഞ്ഞെടുത്ത ഒരു പർട്ടിക്കുലർ നമ്മൾ നമ്പർ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്രെയിനിന്റെ സൈസ് ഫൈൻ ആണെന്ന് അർത്ഥം. ഓക്കെ, അബ്രസീവ് ഗ്രെയിൻസിന്റെ സൈസ് ഫൈൻ ആണെന്ന് അർത്ഥം. ഓക്കെ, ഫൈൻ, വെരി ഫൈൻ, കോസ് ആണോ മീഡിയം ആണോ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, അത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ നമ്പറിനെ വെച്ചിട്ടാണ്. റൈറ്റ്? ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഹലോ, മനസ്സിലാവുന്നില്ലേ? ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് ഗ്രിറ്റ്? സോ ഗ്രിറ്റ് എന്ന് പറയുന്നത് എബ്രസീവിന്റെ സൈസ് ആണ്. അപ്പം ഈ സൈസ് നമ്മൾ എങ്ങനെയാണ്, ഈ സൈസ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും? അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടത്, എത്ര ഫിനിഷ് വേണം, ഓക്കെ, എത്ര എമൗണ്ട് ഓഫ് മെറ്റൽ റിമൂവ് ചെയ്യണം, അങ്ങനെ പല ഫാക്ടേഴ്സും വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗ്രിറ്റിന് സൈസ് സെലക്ട് ചെയ്യുന്നത്. സോ വാട്ട് യു മീൻ ബൈ കോസ്, ഫൈൻ, മീഡിയം ആൻഡ് വെരി ഫൈൻ മീൻസ് ഇതൊക്കെയാണ് നമ്മുടെ ഗ്രെയിൻ സൈസ്, അല്ലെ, ഗ്രെയിൻസിന്റെ സൈസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് കോസ് ഗ്രെയിൻ വീൽസ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ സോഫ്റ്റ് ആൻഡ് ഡക്ടൈൽ മെറ്റീരിയൽ. ഓക്കെ, ഒരു റാപ്പിഡ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന, അല്ലെ, ഫാസ്റ്റ് റിമൂവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോസ് ഗ്രെയിൻ വീൽസ് ഉപയോഗിക്കുന്നത്. ഫൈൻ ഗ്രെയിൻ വീൽസ് ഉപയോഗിക്കുന്നത് ഫിനിഷിന് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ കൊടുത്തിട്ട്, അല്ലെ. സോ ഈ ഫൈൻ ഗ്രെയിൻ വീൽസ് ആർ യൂസ്ഡ് വേർ we prefer ഫിനിഷിങ് ഇമ്പോർട്ടൻസ് ഫിനിഷിങ്ങിന് കൊടുക്കുന്നതിനാണ് നമ്മൾ
ഫൈൻ ഗ്രെയിൻ വീൽസ് ഉപയോഗിക്കുന്നത്. സോ ഓക്കെ, വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് ഈ ഗ്രെയിൻ സൈസസ് അല്ലേ, ഗ്രെയിൻ സൈസ് അതായത് ഗ്രെയിൻസ് ഒരു പർട്ടിക്കുലർ ഗ്രെയിൻ എടുത്ത് വിചാരിച്ചോ, അതിൻ്റെ ഡയാമീറ്റർ കുറയുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരൊറ്റ ഗ്രെയിൻസ് എടുക്കുക, കുറേ ഗ്രെയിൻസ് അല്ലേ ഉണ്ടാവുക അല്ലേ, ഒരൊറ്റ ഗ്രെയിൻ എടുക്കുന്നു, സൈസ് ഓഫ് എബ്രസീവ് ഗ്രെയിൻ അത് ഡിക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരൊറ്റ യൂണിറ്റ് ഏരിയയിലുള്ള ഗ്രെയിൻസിന്റെ നമ്പർ നമുക്ക് കൂടാൻ പറ്റും അല്ലേ, അതല്ല അതിൻ്റെ അർത്ഥം. ഒരു ചെറിയൊരു ഗ്രെയിനിന്റെ ഡയമീറ്റർ കുറയുമെങ്കിൽ നമുക്ക് ഒരൊറ്റ പെർ യൂണിറ്റ് ഏരിയ നമുക്ക് നമ്പർ ഓഫ് ആക്റ്റീവ് ഗ്രെയിൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ദിസ് കട്ട് ബിക്കം ഫൈനർ. ഓക്കെ, ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല? എബ്രസീവ് ഗ്രെയിനിന്റെ സൈസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. സോ എബ്രസീവ് ഗ്രെയിനിന്റെ ഒരു പർട്ടിക്കുലർ ഗ്രെയിനിന്റെ ഡയമീറ്റർ കുറയുക എന്ന് വിചാരിക്കുക, ഡിക്രീസ് ചെയ്യുന്നു, വിച്ച് മീൻസ് പെർ യൂണിറ്റിൽ നമുക്ക് പെർ യൂണിറ്റ് ഏരിയയിൽ ഈ ഗ്രെയിൻസിന്റെ നമ്പേഴ്സ് അല്ലെ, നമ്പർ ഓഫ് ഗ്രെയിൻസ് നമുക്ക് ഇൻക്രീസ് അല്ലേ ചെയ്യാം, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഒരു വീലിൽ നമ്മൾ കുറേ ഗ്രെയിൻസ് വെച്ചിട്ട് എബ്രസീവ് ഗ്രെയിൻസ് വെച്ചിട്ടാണ് നമ്മളൊരു വീൽ ഉണ്ടാക്കുന്നത്. സോ ദിസ് ടൈം അറ്റ് ദാറ്റ് ടൈം ഈ ഗ്രെയിൻസിന്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഗ്രെയിനിന്റെ ഡയമീറ്റർ, ടോട്ടൽ വീലിന്റെ ഡയമീറ്റർ അല്ല, ഗ്രെയിൻസിന്റെ ഉള്ളിലുള്ള ഗ്രെയിൻസിന്റെ ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് ഏരിയയിൽ ഈ നമ്പർ ഓഫ് ഗ്രെയിൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സോ ഗ്രിറ്റ് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വൺ ഓഫ് ദ ഫാക്ടർ അല്ലെ, ഒരു ഗ്രൈൻഡിങ് വീലിന്റെ ഒരു കൺസിഡറേഷൻ ഉള്ളതാണ്. നൗ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഗ്രേഡ്? ഓക്കെ, ഗ്രൈൻഡിങ് വീൽ ഗ്രേഡ് എന്ന് പറയുന്നത് എന്താണ്? സോ ഇറ്റ് റെഫേഴ്സ് ടു ടെനസിറ്റി ഓർ ഹാർഡ്നെസ് വിത്ത് വിച്ച് ബോണ്ട് ഹോൾഡ്സ് ദ എബ്രസീവ് ഗ്രെയിൻസ്. ആലോചിക്കാം, പല ബോൺസ് നമ്മൾ പഠിച്ചു. ഈ പല ബോൺസും വെച്ചിട്ട് എത്ര ഹാർഡായിട്ടാണ് നമ്മൾ ഒരു ബോണ്ട് എബ്രസീവ് ഗ്രെയിനെ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സ്ട്രെങ്ത് ഓഫ് ബോണ്ട്. ഓക്കെ, ഗ്രേഡിനെയാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് ബോണ്ടിനെയാണ് നമ്മൾ ഗ്രേഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ ടെനസിറ്റി ഓർ ഹാർഡ്നെസ് വിത്ത് വിച്ച് ബോണ്ട് ഹോൾഡ്സ് ദ എബ്രസീവ് ഗ്രെയിൻ. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, എബ്രസീവ് ഗ്രെയിനിന്റെ ഹാർഡ്നെസ് അല്ല, എബ്രസീവ് ഗ്രെയിൻ എത്ര ഹാർഡറാണ് എന്നുള്ളതല്ല, എബ്രസീവ് ഗ്രെയിന് എത്ര ഹാർഡായിട്ടാണ് അല്ലെങ്കിൽ എത്ര സ്ട്രെങ്ത്തിലാണ് ഒരു ബോണ്ട് ചെയ്തിട്ടുള്ളത്, എബ്രസീവ് ഗ്രെയിൻസ് തമ്മിൽ ബോണ്ട് ചെയ്തിട്ടുള്ള എത്ര സ്ട്രെങ്ത്തിലാണ് എന്നുള്ളതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ഗ്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്രേഡ് ഈസ് ഡിനോട്ടഡ് ബൈ യൂസിങ് ലെറ്റേഴ്സ്. ബോണ്ട് സോഫ്റ്റ് ബോണ്ടിങ് ഉണ്ട്, മീഡിയം ബോണ്ടിങ് ഉണ്ട്, ഹാർഡ് ബോണ്ടിങ് ഉണ്ട്. A to H will represent soft, I to P will represent medium, Q to Z will represent hard. Okay, so most hardened ആയിട്ട് Z ഒക്കെ വരും അല്ലെ, മോസ്റ്റ് സോഫ്റ്റൻഡ് ആയിട്ട് A വരും, റൈറ്റ്? ഗ്രേഡ്, സ്ട്രെങ്ത് ഓഫ് ബോണ്ട്. ഓക്കെ, അപ്പൊ ഗ്രിറ്റ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് എബ്രസീവ് ഗ്രെയിൻസ്, ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ബോണ്ടിന്റെ സ്ട്രെങ്ത്. അടുത്തത് എന്താണ്? സ്ട്രക്ചർ അല്ലെങ്കിൽ ഗ്രെയിൻ സ്പേസിങ്. ഓക്കെ, സ്പേസിങ്, ഗ്രെയിൻസിന്റെ സ്പേസ്. റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കാണുന്നില്ലേ? ആ ഒരു ഫിഗർ വെച്ചിട്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതായത് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് കട്ടിങ് എഡ്ജസ് ആയിട്ട് വരുന്നത് എന്താണ്? കട്ടിങ് എഡ്ജസ് ആയിട്ട് വരുന്നത് നമ്മുടെ ഗ്രെയിൻസ് ആണ് അല്ലെ, ഗ്രെയിൻസ് ആണ് കട്ടിങ് എഡ്ജസ് ആയിട്ട് വരുന്നത് അല്ലെ. സോ ദി സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രെയിൻ സൈസ് ഡെൻസർ ആണോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണോ ഉള്ളത് എന്നുള്ളതാണ്. ദ സ്ട്രക്ചർ ഓഫ് ഗ്രൈൻഡിങ് വീൽ. ഓക്കെ, സ്ട്രക്ചർ ഓർ ഗ്രെയിനിന്റെ സ്പേസിങ്. സോ ഇറ്റ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് കട്ടിങ് എഡ്ജസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് wheel face as well as to the number and size of void space between grains. Okay, അതായത് കട്ടിങ് എഡ്ജസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് വീൽ ഫേസ്, വീൽ ഫേസിന്റെ പെർ യൂണിറ്റ് ഏരിയയിൽ നമ്പർ ഓഫ് കട്ടിങ് എഡ്ജസ്. അതായത് ഇത് കണ്ടോ, ഇതാണ് ഏരിയ എങ്കിൽ പെർ യൂണിറ്റ് ഏരിയയിൽ നമ്പർ ഓഫ് കട്ടിങ് എഡ്ജസ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് ഡെൻസ് ഓർ ഇറ്റ് ഈസ് ഓപ്പൺ ഓർ പോറസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രെയിനിന്റെ ഗ്രെയിൻസിന്റെ അതായത് ഡിഫറെന്റ് ഗ്രെയിൻസിന്റെ നടുവിലുള്ള സ്പേസിങ് അല്ലെ, എത്രത്തോളം ഡെൻസ് ആണോ അല്ലെ ഓപ്പൺ ആണോ എന്ന്, size of the void space between these grains is represented or which refers the structure. Okay,
structure or grain spacing. So depends on hardness of the material, finish required and nature of operation, we will select this structure. Okay, so എന്താണ് സ്ട്രക്ചർ, എന്താണ് ഗ്രിറ്റ് സൈസ്, എന്താണ് ഗ്രേഡ് എന്ന് മനസ്സിലാവാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ, പോയോ? ഉറങ്ങിപ്പോയോ? ആ, ഓക്കെ. എന്താണ് ഗ്രിഡ്, എന്താണ് ഗ്രേഡ്, എന്താണ് സ്ട്രക്ചർ എന്ന് കൃത്യമായിട്ട് മനസ്സിലായോ? സോ ഗ്രിറ്റ് എന്ന് പറയുന്നത് നമ്മളെ, ഒന്നുകൂടി പറയാം, ഗ്രിറ്റ് എന്ന് പറയുന്നത് എബ്രസീവ് ഗ്രെയിനിന്റെ, അതായത് നമ്മൾ എബ്രസീവ് ഗ്രെയിൻസും ബോൺസും ഉപയോഗിച്ചിട്ടാണ് ഒരു വീൽ ഉണ്ടാക്കുന്നത്. സോ എബ്രസീവ് ഗ്രെയിനിന്റെ സൈസിനെയാണ് നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുന്നത്. സോ ഗ്രിറ്റ് ഈസ് the abrasive grain size. Okay, grit size or grain size എന്നാണ് പറയാ. Okay, it is represented by using numbers, right? Coarse, medium, fine, very fine എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. So grinding wheels are bounded with abrasive grits of nearly identical size. Okay, and this grinding size അല്ലെങ്കിൽ ഗ്രിറ്റ് സൈസ് എന്ന് പറയുന്നത്, ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ടു ബി ഗ്രൗണ്ട്, ഫിനിഷ് ഡിസൈഡ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മെറ്റൽ ടു ബി റിമൂവ്ഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രെയിൻ സൈസ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക, വിച്ച് ഈസ് ക്ലാസിഫൈഡ് ആസ് കോസ്, മീഡിയം, ഫൈൻ ആൻഡ് വെരി ഫൈൻ. ഇനി നമ്മൾ ഗ്രേഡിലോട്ട് പോവുകയാണെങ്കിൽ, ഗ്രിറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ഗ്രേഡിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് ഗ്രേഡ് എന്ന് പറയുന്നത്? ഒരിക്കലും എബ്രസീവിന്റെ ഗ്രെയിൻസിന്റെ, നമ്മൾ സെലക്ട് ചെയ്ത എബ്രസീവ് ഗ്രെയിൻസിന്റെ ഹാർഡ്നെസ്സിനെ അല്ല ഗ്രേഡ് എന്ന് പറയുന്നത്. ഗ്രേഡ് എന്ന് പറയുന്നത് ഈ എബ്രസീവ് ഗ്രെയിൻസ്, നമ്മൾ സെലക്ട് ചെയ്ത എബ്രസീവ് ഗ്രെയിൻസ് എത്ര സ്ട്രെങ്ത്തിലാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് റെഫേഴ്സ് ടു ദ ഗ്രേഡ്. ഓക്കെ, ഗ്രേഡ് ഓർ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് എന്നാണ് പറയാം, വിച്ച് റെഫേഴ്സ് ടു ദ ഹാർഡ്നെസ് വിത്ത് വിച്ച് ബോണ്ട് holds the abrasive grains, which is denoted by letters soft, medium and hard, A to Z. Okay, soft to hard എന്ന A to Z ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഗ്രെയിൻ സ്പേസിങ്, ഗ്രെയിൻ സ്പേസിങ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, എബ്രസീവ് ഗ്രെയിൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട് ദ വീലിൽ എബ്രസീവ് ഗ്രെയിൻസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ വീൽ ഫേസ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്, വെദർ ഇറ്റ് ഈസ് ഡെൻസ് ഓർ ഓപ്പൺ. ഓക്കെ, so the structure of this grinding wheel is determined by distribution of abrasive grains, bonding materials and voids in the volume of the wheel. അങ്ങനെയാണ് നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് നമുക്ക് ഗ്രിഡ് ഗ്രേഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സെലക്ഷൻ ഓഫ് ദ കട്ടിംഗ് സ്പീഡ് ആൻഡ് വർക്കിംഗ് സ്പീഡ് ഈസ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ ടു ബി ഗ്രൗണ്ടഡ് ആൻഡ് ഇറ്റ് ഹാർഡ്നെസ്, amount of stock removal, ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. വെദർ ദ ഗ്രൈൻഡിങ് ഇസ് ഡൺ വെറ്റ് ഓർ ഡ്രൈ, വീലിന്റെ സ്പീഡ്, ഏരിയ ഓഫ് ഗ്രൈൻഡിങ് കോണ്ടാക്ട്, സിവിയറിറ്റി ഓഫ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗ്രൈൻഡിങ് വീലിന്റെ സെലക്ഷന് വേണ്ടി നമ്മൾ, അതായത് ഒരു ഗ്രൈൻഡിങ് വീലിന്റെ അല്ല, ഒരു കട്ടിംഗ് സ്പീഡ് ആൻഡ് വർക്കിംഗ് സ്പീഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, ഗ്രൈൻഡിങ് വീലിലെ കട്ടിംഗ് സ്പീഡ് ആൻഡ് വർക്കിംഗ് സ്പീഡ് അല്ലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണ്, എത്ര ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയലാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടത്, എത്ര മെറ്റൽ റിമൂവൽ റേറ്റ് അല്ലെ, എത്ര ഫിനിഷ് നമുക്ക് വേണം, വെദർ ഗ്രൈൻഡിങ് ഇസ് ഡൺ ഡ്രൈ ഓർ വെറ്റ്, വീലിന്റെ സ്പീഡ് എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഏരിയ ഓഫ് ഗ്രൈൻഡിങ് കോണ്ടാക്ട് അല്ലെ, ഗ്രൈൻഡിങ് കോണ്ടാക്ട് എത്ര, ഏരിയ എത്രയാണ്. സോ ഡിപ്പെൻസ്. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം, അതായത് നമ്മൾ എങ്ങനെ ഒരു ഗ്രൈൻഡിങ് വീൽ മാർക്ക് ചെയ്യും. ഓക്കെ, ഗ്രൈൻഡിങ് വീൽ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഒരു ടൂള്, ഡിഫറെൻറ്റ് ടൂൾസ് അല്ലെ, ഡ്രിൽ ബിറ്റ്, സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂള്, മില്ലിങ് കട്ടർ, ഇതൊക്കെ വരയ്ക്കാൻ പഠിച്ചു. ലൈക്ക് വൈസ് സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം ഒരു ഗ്രൈൻഡിങ് വീലിൽ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, വീല് മാത്രം. ഓക്കെ, ഗ്രൈൻഡിങ് വീൽ, മെഷീനല്ല, ഗ്രൈൻഡിങ് മെഷീൻ അല്ല ഉദ്ദേശിക്കുന്നത്, ഗ്രൈൻഡിങ് വീൽ, അതായത് ടൂള് നമ്മൾ അല്ലെ, ടൂൾ, ഗ്രൈൻഡിങ് ടൂൾ, ഗ്രൈൻഡിങ് വീൽ എങ്ങനെ
സ്റ്റാൻഡേർഡ് ആയിട്ട് മാർക്ക് ചെയ്യും. സോ സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം ഓഫ് ഗ്രൈൻഡിങ് വീൽ. ഓക്കെ, എന്നെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഓക്കെ. എങ്ങനെ ഗ്രൈൻഡിങ് വീല് മാർക്ക് ചെയ്യും? സോ സീക്വൻസ് ആണ് ഞാൻ പറയുന്നത്. ടൈപ്സ് ഓഫ് എബ്രസീവ്സ്, ഗ്രിറ്റ്, ഗ്രേഡ്, സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് ബോണ്ട്. ഓക്കെ, എബ്രസീവിന്റെ ടൈപ്പ്, ഗ്രേഡ്, സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് ബോണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാ ഈ ഒരു റെപ്രസെന്റേഷൻ ഞാൻ ഈ എഴുതി കാണുന്നുണ്ടല്ലോ അല്ലേ? 51A36L5V23 എന്ന് എഴുതിയാണെന്നല്ലേ? ഇതിൽ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഒരു ഗ്രൈൻഡിങ് വീല് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ വിൽ മാർക്ക് ഇറ്റ് ആസ് ലൈക്സ്. ഇങ്ങനെ ഒരു കോഡ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഗ്രൈൻഡിങ് വീൽ കോഡ്. ഓക്കെ, ഒരു ഗ്രൈൻഡിങ് വീലിന്റെ റെപ്രസെന്റേഷൻ ആണ് എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, ഒരു മാർക്കിംഗ് സിസ്റ്റം, സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം ഓഫ് എ ഗ്രൈൻഡിങ് വീൽ. ഓക്കെ, അതായത് ഇത്രയും സിംബൽസ് അല്ലെങ്കിൽ സിംബൽസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഗ്രൈൻഡിങ് വീലിനെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എബ്രസീവിന്റെ ടൈപ്സ് ഉണ്ടാവും, ഗ്രിറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ്, ഗ്രേഡ്, സ്ട്രക്ചർ, ബോണ്ട് ടൈപ്പ്, പിന്നെ മാനുഫാക്ചറിങ്ങിന്റെ ഒരു സംഭവം. ഓക്കെ, മാനുഫാക്ചറിങ് കോഡ് എന്നാണ് പറയാം. ഓക്കെ, വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. അപ്പം നിങ്ങൾക്ക് സീക്വൻസ് കാണുന്നുണ്ടല്ലോ. ഈ മേലെയുള്ളത് 1 2 3 4 5 6 എന്ന് എഴുതിയത് ഞാൻ അതായത് ഇത് സീക്വൻസ് ജസ്റ്റ് എഴുതിയതാണ്. അത് ഞാൻ മേലെയുള്ള എഴുതിയത് 1 2 3 4 5 6 അല്ലെ, 6 എണ്ണാണുള്ളത്. പ്രിഫിക്സ് ആൻഡ് സഫിക്സ് അടക്കം 6 എണ്ണാണുള്ളത്. ഓക്കെ, അതിനെ പറ്റിയിട്ടാണ് എഴുതിയത്. ഓക്കെ, 1 2 3 4 5 ഉദ്ദേശിക്കുന്നതാണ്. 6 എന്ന് പറഞ്ഞാൽ പ്രിഫിക്സും സഫിക്സും കൂടിയിട്ടാണ് 6 വിളിക്കുന്നത്. ഓക്കെ, റൈറ്റ്. എന്താണ് സീക്വൻസ്? ഈ സീക്വൻസ് അല്ല, താഴത്തെയാണ് നമ്മൾ എഴുതുക. 51A36L5V23 എന്ന് എഴുതുകയാണെന്നല്ലേ? ഇതുപോലെ എന്തും. ഓക്കെ, ഇതുപോലെ എന്തും. അതെങ്ങനെ, എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 51 അല്ലെങ്കിൽ 23 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് കോഡാണ്. മാനുഫാക്ചേഴ്സ് കോഡ് എന്നാണ് പറയാ. മാനുഫാക്ചേഴ്സ് കോഡ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിഫിക്സ് മാനുഫാക്ചേഴ്സ് കോഡ്, സഫിക്സ് മാനുഫാക്ചേഴ്സ് കോഡ്. ഓക്കെ, പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. മാനുഫാക്ചർ എബ്രസീവ് കോഡും മാനുഫാക്ചേഴ്സ് ബോണ്ട് കോഡ് എന്നാണ് പറയാ. മാനുഫാക്ചേഴ്സ് സിമ്പിൾ ഇൻഡിക്കേറ്റിംഗ് എക്സാക്ട് കൈൻഡ് ഓഫ് എബ്രസീവ്സ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള എബ്രസീവ്സിന്റെ എക്സാക്ട് കൈൻഡ് ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാനുഫാക്ചറിങ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് സഫിക്സ്. ഓക്കെ, പ്രൈവറ്റ് മാർക്കിംഗ് ടു ഐഡന്റിഫൈ വീൽ. മാനുഫാക്ചേഴ്സ് പ്രൈവറ്റ് മാർക്കിംഗ് ടു ഐഡന്റിഫൈ വീൽ. അതാണ് മാനുഫാക്ചറിങ് കോഡ്, സഫിക്സ്. ഓക്കെ, മാനുഫാക്ചേഴ്സ് ബോണ്ട് കോഡ് എന്നാണ് പറയാ. ഓക്കെ, ബോണ്ട് കോഡ്. ഇത് എബ്രസീവ് കോഡ്, ദിസ് ഇസ് ബോണ്ട് കോഡ്. ഓക്കെ, ഫോളോ ചെയ്യുന്നില്ലേ? ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്, മനസ്സിലാക്കണം. ഓക്കെ, സോ ഗ്രിറ്റ്, ഗ്രേഡ്, സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ എഴുതുന്ന സീക്വൻസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എബ്രസീവിന്റെ ടൈപ്പ് എഴുതും. ഓക്കെ, എബ്രസീവ് ടൈപ്പ്. വാട്ട് ഈസ് എബ്രസീവ് ടൈപ്പ്? നമ്മൾ ഈ ഗ്രിറ്റ്, ഗ്രേഡ്, സ്ട്രക്ചർ ഒന്നുമല്ല. എബ്രസീവ് ടൈപ്പ് എന്ന് പറയുന്നത് ഏത് എബ്രസീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അലൂമിനിയം ഓക്സൈഡ് ആണെങ്കിൽ എ എന്ന് റെപ്രസെന്റ് ചെയ്യും, സിലിക്കൺ കാർബൈഡ് ആണെങ്കിൽ സി എന്ന് റെപ്രസെന്റ് ചെയ്യും. ലൈക്ക് വൈസ് ഏത് എബ്രസീവ് ആണ് നമ്മൾ ഒരു ഗ്രൈൻഡിങ് വീലിൽ നമ്മൾ ഏത് എബ്രസീവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് എബ്രസീവ് ടൈപ്പ് ഓഫ് എബ്രസീവ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ. അതായത് ഫസ്റ്റ് വൺ അല്ല, പ്രിഫിക്സ് കഴിഞ്ഞിട്ടുള്ളത് സീക്വൻസിൽ ഫസ്റ്റ് വൺ. ഓക്കെ, സോ മാനുഫാക്ചറിങ് കോഡ് പ്രിഫിക്സ് or manufacturers symbol indicating exact kind of abrasives. After this is use of optional. Okay, use optional. Okay, like optional ആണ്. So what is this? Almost എല്ലാത്തിലും ഉണ്ടാവും പ്രിഫിക്സും സഫിക്സും, ഓൾമോസ്റ്റ് എല്ലാ സീക്വൻസിലും ഉണ്ടാവും. സോ അബ്രസീവ് ടൈപ്പിലെ ഫസ്റ്റ് വൺ ഈസ് അബ്രസീവ് ടൈപ്പ് അല്ലെ? സീക്വൻസിൽ ഫസ്റ്റ് വൺ ഈസ് അബ്രസീവ് ടൈപ്പ്. So it means that which type of abrasive we are using in this particular grinding wheel. ഈ പർട്ടിക്കുലർ റെപ്രസെന്റേഷനിൽ എ എന്ന് ഉദ്ദേശിക്കുന്നത് അലൂമിനിയം ഓക്സൈഡിനെയാണ്. ഓക്കെ, നൗ ഗ്രെയിൻ സൈസ്. ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നതിന് വേറെ പേരെന്താണ്? ഗ്രിറ്റ്. ഓക്കെ, ഗ്രിറ്റ് സൈസ് ഓർ ഗ്രെയിൻ സൈസ് ആണ് നമ്മുടെ സെക്കൻഡ് വരുന്നത്. സോ നമ്മളിത് ഓൾറെഡി പഠിച്ചു. കോഴ്സ്, മീഡിയം, ഫൈൻ ആൻഡ് വെരി ഫൈൻ ഉണ്ട് അല്ലെ? 36 എന്ന് പറയുന്നത് മീഡിയം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റൈറ്റ്? ഓക്കെ,
Now grade, grid size എന്ന് പറയുന്നത് എന്താണ്? ഗ്രെയിൻ സൈസ് അല്ലെങ്കിൽ ഗ്രിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എബ്രസീവിന്റെ, നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത എബ്രസീവിന്റെ സൈസ് എത്രയാണ് എന്നുള്ളതാണ് അല്ലെ. ഗ്രേഡ് എന്ന് പറയുന്നത് എന്താ? ഗ്രേഡ്, വാട്ട് യു മീൻ ബൈ ഗ്രേഡ്? ബോണ്ട് അല്ലെ, ബോണ്ട്. അതായത് എബ്രസീവ് ബോണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത ബോണ്ട് എത്ര സ്ട്രോങ് ആണ് അല്ലെ എന്നുള്ളതാണ്. സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ഡിറ്റർമിൻസ്, റെഫേഴ്സ് ദ ഗ്രേഡ് അല്ലെ. ഗ്രേഡ് റെഫേഴ്സ് ടു ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് അല്ലെ. എത്ര സ്ട്രെങ്ത് അല്ലെ, ഹാർഡ്നെസ് at which the bond is, these abrasive grains are ബോണ്ടഡ് അല്ലെ. അതിന്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ ഗ്രേഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എൽ എന്ന് പറയുന്നത് മീഡിയത്തിന്റെ വരുന്നതാണ് അല്ലെ. നൗ സ്ട്രക്ചർ ഫൈൻ 5 ഇതുള്ളത്, ഇത് സ്ട്രക്ചർ ആണ്. അതായത് ഡെൻസ് ടു ഓപ്പൺ എന്നുള്ളത് രീതിയിൽ അല്ലെ, സ്ട്രക്ചർ. സോ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് എന്താണ്? what we were meant for a structure എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സോ ഗ്രൈൻഡിങ് വീലിൽ ഗ്രെയിനിന്റെ സ്പേസിങ് അല്ലെങ്കിൽ അബ്രസീവ് ഗ്രെയിൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, വോയിഡ് സ്പേസിൽ നിന്നോ അല്ലെങ്കിൽ അല്ലെ അബ്രസീവ് ഗ്രെയിൻസിന്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് നമ്മൾ സ്ട്രക്ചറിനെ പറ്റി പറയുന്നത് അല്ലെ. ദിസ് സ്ട്രക്ചർ. സോ പെർ യൂണിറ്റ് ഏരിയയിൽ എത്ര കട്ടിങ് എഡ്ജസ് ഉണ്ട് എന്നുള്ളതാണ് സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത്. സോ ഡെൻസ് ടു ഓപ്പൺ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ നമ്പേഴ്സ് അല്ലെ. നമ്പേഴ്സിൽ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. 1 to 10 നമ്പേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നൗ ലാസ്റ്റ് വൺ ഇസ് ബോണ്ട് ടൈപ്പ്. വി എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്രിഫൈഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. ആർ എന്ന് പറഞ്ഞ റബ്ബർ, എസ് എന്ന് പറഞ്ഞ സിലിക്കേറ്റ്, റെസിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി അല്ലെ, ഷെല്ലാക് എന്ന് പറഞ്ഞാൽ ഇ, ഓക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഒ നമുക്കറിയാം. സോ ഹിയർ ബി ഈസ് റെപ്രസെന്റഡ് ഫോർ വിട്രിഫൈഡ് ബോണ്ട്. ഓക്കെ, 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓപ്ഷണൽ സഫിക്സ് ആണ്. ഓക്കെ, മാനുഫാക്ചറിങ് കോഡ് സഫിക്സ്. സോ ഈ സീക്വൻസ് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഓക്കെ, മാനുഫാക്ചറിങ് കോഡ് പ്രിഫിക്സ്, അബ്രസീവ് ടൈപ്പ്, ഗ്രെയിൻ സൈസ്, ഗ്രേഡ്, സ്ട്രക്ചർ, ബോണ്ട് ടൈപ്പ്, മാനുഫാക്ചറിങ് കോഡ്. പൊതുവെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നിട്ട് സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, ഓരോന്നും എന്താന്നുള്ളത്. അപ്പം ആദ്യം ഇത് എന്താണെന്ന് എഴുതുക, എന്തൊക്കെയാണെന്ന് എഴുതുക, അബ്രസീവ് ടൈപ്പ് എന്താണെന്ന് എഴുതുക, അബ്രസീവ് സൈസ് എന്താണെന്ന് എഴുതുക, ഗ്രേഡ് എന്ന സ്ട്രക്ചർ എന്താണെന്ന് എഴുതുക, അതിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതുക. ഓക്കെ, ഇത് 6 മാർക്സ് ഒരു 8 മാർക്സിനൊക്കെ ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ് സ്റ്റാൻഡേർഡ് മാർക്കിംഗ് സിസ്റ്റം. ഓക്കെ, പോയോ? ഹലോ ആ, കേൾക്കുന്നുണ്ടോ പറയാൻ? Okay, right. So this is the standard marking system of a grinding wheel. Okay, now നമുക്ക് ഡിഫറെന്റ് വീലിന്റെ ഷേപ്പ് സൈസസ് ഉണ്ട്. അതായത് പെരിഫറൽ ഗ്രൈൻഡിങ് വീൽ ഉണ്ട്, ഫേസ് ഗ്രൈൻഡിങ് വീൽ ഉണ്ട്, ഫോം ഗ്രൈൻഡിങ് വീൽ ഉണ്ട്, മൗണ്ടഡ് പോയിന്റ് ഗ്രൈൻഡിങ് വീൽ ഉണ്ട്. ഇത് നമുക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. അതായത് പെരിഫറൽ ഗ്രൈൻഡിങ് വീൽ എന്ന് പറഞ്ഞാൽ വീൽ whose periphery is used for grinding അല്ലെ, മൗണ്ടഡ് ജനറലി ഓൺ ഹൊറിസോണ്ടൽ സ്പ്രിംഗിൽ അല്ലെ. പെരിഫറി വീലിന്റെ പെരിഫറി യൂസ് ചെയ്ത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതാണ് പെരിഫറി ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത്. വീലിന്റെ ഫേസ് യൂസ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ഫേസ് ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ജനറലി മൗണ്ടഡ് ഓൺ വെർട്ടിക്കൽ സ്പിൻഡിൽ. ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. പെരിഫറൽ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ട്രാപ്പേർഡ് വീൽസ്, റെസസ്ഡ് വീൽസ് എന്നുള്ള രീതിയിലാണ്. ഫേസ് വീൽസിനെ നമ്മൾ അല്ലെ ഫ്ലയറിംഗ് കപ്പ് വീൽസ്, ഡിഷ് വീൽസ്, കപ്പ് വീൽസ്, റിംഗ് ഓർ സിലിണ്ടറിക്കൽ വീൽസ് എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പെരിഫറൽ വീൽ എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ്ങിൽ വീൽസിൽ അല്ലെ ഗ്രൈൻഡിങ് യൂസ് ചെയ്യുമ്പോൾ വീലിന്റെ പെരിഫറി യൂസ് ചെയ്യുന്നതിനാണ് പെരിഫറൽ ഗ്രൈൻഡിങ് വീൽ, ഫേസ് യൂസ് ചെയ്യുന്നതിന് ഫേസ് ഗ്രൈൻഡിങ് വീൽ. ഇനി ഫോം ഗ്രൈൻഡിങ് വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോമിലാണോ ഗ്രൈൻഡിങ് വീൽ ഉള്ളത് അത് ഡെപിക്ട് ചെയ്യുന്നതിനാണ് സ്പെഷ്യൽ ഷേപ്ഡ് ഗ്രൈൻഡിങ് വീൽസ് ആണത്. ഓക്കെ, ഫോം ഗ്രൈൻഡിങ് വീൽ ആൻഡ് മൗണ്ടഡ് പോയിന്റ് സ്മോൾ വീൽസ് ഓഫ് വേരിയസ് ഷേപ്സ് തന്നെയാണ് നമ്മൾ മൗണ്ടഡ് പോയിന്റ്സ് ഗ്രൈൻഡിങ് വീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ദിസ് മച്ച്. ഞാനൊരു ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇട്ട് തരാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പം ഗ്രേഡ് സ്ട്രക്ചർ ഒക്കെ പഠിച്ച സ്ഥിതിക്ക് ജസ്റ്റ് കണ്ടാൽ മതി. ഓക്കെ, സോ എന്താണ് ഗ്രൈൻഡിങ് വീൽ എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഗ്രൈൻഡിങ് വീൽ, കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗ്രൈൻഡിങ് വീൽസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഗ്രൈൻഡിങ് വീൽ
കേട്ടോ, ഇത് ഫേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ പെരിഫറി വെച്ചിട്ടാണ് ചെയ്തത് അല്ലേ. ഇങ്ങനെയാണ് ഒരു ഗ്രൈൻഡിങ് വീൽ ഉണ്ടാവുക. ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സിലിക്കൺ കാർബൈഡ്സ് ആണ് അല്ലേ. സിലിക്കൺ കാർബൈഡ്സ് യൂസ് ചെയ്യുന്നു നമ്മൾ, അതായത് എബ്രസീവ് ടൈപ്പ്. സോ പല റെസിൻസ് അല്ലെ, റെസിൻസ് ലിക്വിഡ്സും റെസിൻസും കാര്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ പൗഡർ റെസിൻ അല്ലെ. റെസിൻ്റെ പൗഡറും എഡിക്റ്റീവ്സും, അതായത് എബ്രസീവ് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം മിക്സറിലിട്ട് മിക്സ് ചെയ്ത് അല്ലെ. അതാണ് പ്രോസസ്സ് കാണിക്കുന്നത്. ലാസ്റ്റ് മിക്സ്ചറായിട്ട് മിക്സ് ചെയ്ത് വരും. ഓക്കെ, എബ്രസീവ് ഗ്രെയിൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇത് കണ്ടോ, ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് കണ്ടോ, ഇത് വീലാണ്. വീൽ ഷേപ്പ്ഡ് മോൾഡിന്റെ മേലെ, വീൽ ഷേപ്പിന്റെ മോൾഡിന്റെ മേലെ നമ്മൾ എബ്രസീവ് ഗ്രെയിൻസ് ജസ്റ്റ് വന്നിട്ട്, ദാറ്റ്സ് എ ബേസ് ഓഫ് ദ മോൾഡ്. ഓക്കെ, ജസ്റ്റ് ഓക്കെ, മനസ്സിലാവുന്നില്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള? ഒരു ഗ്രൈൻഡിങ് വീൽ എങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഓക്കെ, ഇതൊരു സ്റ്റീൽ റിംഗ് ആണ്. ഓക്കെ, ഗാൽവനൈസ്ഡ് സ്റ്റീൽ റിംഗ് ആണ്. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട്, അതായത് നമുക്ക് ഈ ഗ്രൈൻഡിങ് വീല് കറങ്ങുന്ന സമയത്ത് തെറിച്ചു പോകാതിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഗ്രൈൻഡിങ് വീൽ അത് പ്രഷറൈസ് അപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, പ്രസ് ചെയ്യുന്നതാണ്. അത് പ്രഷർ അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത്. സോ ലാസ്റ്റ് വീലൊക്കെ കറക്റ്റായിട്ട് വന്നു. ഓക്കെ, ദീസ് ആർ ദ ഫൈനലൈസ്ഡ് വീൽസ്. ഇനി ഈ വീലിന്റെ മേലെ നമ്മൾ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല ഹാർഡായിരിക്കും. ലാസ്റ്റ് ഏറ്റവും പ്രോസസ്സ് ചെയ്യുന്നതാണ് ലേബലിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ലേബലിംഗ് ഗ്ലൂ ആണത് അല്ലേ, ഗ്ലൂ. ഇതാണ് ലോഗോ, മാനുഫാക്ചേഴ്സ് ലോഗോ എന്നാണ്. ഓക്കെ, മാനുഫാക്ചേഴ്സ് ലോഗോ. ഇതിലാണ് നമ്മളെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുക, സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവുക. ഓക്കെ, ഇത് ബാക്കിൽ സേഫ്റ്റി ഇൻഫർമേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, ദിസ് ഇസ് ഹൗ എ ഗ്രൈൻഡിങ് വീൽ ഈസ് മാനുഫാക്ചർ. ഓക്കെ, ഇനി ഒരു ഓക്കെ അല്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. റൈറ്റ്, ഓക്കെ. ഇനി നിങ്ങൾ ഈ കാണുന്നത് RA വാല്യൂസ് ആണ്, സർഫേസ് റഫ്നെസിന്റെ വാല്യൂസ് ആണ്. ഓക്കെ, ഡിഫറെന്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ സർഫേസ് റഫ്നെസിന്റെ വാല്യൂ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, സർഫേസ് റഫ്നെസ് RA അല്ലെ, റഫ്നെസ് ആവറേജ് RA എന്ന് പറയുന്ന പർട്ടിക്കുലർ ഒരു ഡിനോട്ട് ചെയ്ത RA എന്ന് പറയുന്ന ഒരു വാല്യൂലാണ് നമ്മൾ പറയുക റഫ്നെസ്, സർഫേസ് റഫ്നെസ് RA. ഓക്കെ, അതിപ്പോൾ പ്ലൈനിങ് ആൻഡ് ഷേപ്പിംഗ് നിങ്ങൾ പഠിച്ചാണ്, മാക്സിമവും മിനിമവും ആണ് കാണുന്നത്. Okay, now let's go to this grinding. You can see this. Okay, surface finish. Okay, maximum of RA, അതായത് റഫ്നെസ് 1.6 മിനിമം 0.1 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ലാപ്പിംഗ്, പോളിഷിങ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അത് കുറഞ്ഞ് സൂപ്പർ ഫിനിഷിംഗ് ഒക്കെ ആകുമ്പോഴേക്കും കണ്ടോ, സർഫേസ് റഫ്നെസ് ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. ഓക്കെ, ലൈക്ക് സി മിനിമം ആൻഡ് മാക്സിമം. ഓക്കെ അല്ലേ,
ദിസ് ഇസ് സ്റ്റാൻഡേർഡ്. സർഫേസ് റഫ്നെസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എല്ലാത്തിൻ്റെയും സർഫേസ് റഫ്നെസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ കൂട്ടത്തിൽ വരുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത് മാത്രം. ഓക്കെ, RI വാല്യൂസ്. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കണ്ടീഷൻസ് ആണ്. അതായത് ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് ഗ്ലേസിങ്, ലോഡിങ്, ഡ്രസ്സിങ്, ട്രൂയിങ്, 4 കാര്യങ്ങൾ. ഓക്കെ, ഗ്ലേസിങ്, ലോഡിങ്, ഡ്രസ്സിങ് ആൻഡ് ട്രൂയിങ്. എന്താണ് ഈ 4 കാര്യങ്ങൾ? ഓക്കെ, ഒരു വീലിൽ, ഒരു ഗ്രൈൻഡിങ്ങിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ഗ്ലേസിങ്, ലോഡിങ്, ഡ്രസ്സിങ് ആൻഡ് ട്രൂയിങ്. എന്താണ് ഗ്ലേസിങ് ആൻഡ് ലോഡിങ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. വി വിൽ സ്റ്റഡി വാട്ട് ഈസ് ഗ്ലേസിങ് ആൻഡ് വാട്ട് ഈസ് ലോഡിങ്. ഓക്കെ, അപ്പം ഇതും ഈ ഗ്രൈൻഡിങ് വീലിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, അതായത് 5th മോഡ്യൂളിൽ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് ഗ്ലേസിങ്, ലോഡിങ്, ഡ്രസ്സിങ്, ട്രൂയിങ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് ചോദിക്കും. ഓക്കെ, സോ എന്താണ് ഗ്ലേസിങ്? വാട്ട് യു മീൻ ബൈ ഗ്ലേസിങ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ വീല് എബ്രസീവ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? എബ്രസീവ് പാർട്ടിക്കിൾസ് ആണ് അതിന്റെ കണ്ടൻസ്. ആ എബ്രസീവ് പാർട്ടിക്കിൾ ആണ് കട്ടിങ് എഡ്ജസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ എബ്രസീവ് പാർട്ടിക്കിൾസ് ഇൻ ദിസ് വീൽ ബിക്കം ഡൾ, അല്ലെ? ഉപയോഗിച്ച് ബൈ വാരിങ് ഇറ്റ് ബിക്കം ഡൾ ആൻഡ് ദർ ഇസ് ഇൻസഫിഷ്യൻറ്റ് ഗ്രെയിൻ ഫ്രാക്ചർ. ഓക്കെ, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഗ്രെയിൻ ഇൻസഫിഷ്യൻ്റ് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ, എബ്രസീവ് പാർട്ടിക്കിൾസിൻ്റെ ഓഫ് ദ വീൽ ബിക്കം ഡൾ ബൈ വിയറിങ്, അല്ലെ? ഉപയോഗിച്ചുകൊണ്ടിരുന്ന് അതിൻ്റെ ഷാർപ്നെസ് പോയി ഡൾ ആവുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, ദ ഗ്രെയിൻസ് ആർ നോട്ട് റിലീസ്ഡ് ബൈ ദ ബോണ്ട്, hence causing cutting surface of the wheel to take a shiny glass like structure. ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, causing a cutting surface of the wheel to take a shiny glass like structure. അതിനെയാണ് നമ്മൾ ഗ്ലേസിങ് എന്ന് പറയുന്നത്. അതായത് എബ്രസീവ് പാർട്ടിക്കിൾസ്, വീലിൻ്റെ എബ്രസീവ് പാർട്ടിക്കിൾസ് ഡള്ളാവും, ഉപയോഗിച്ച് അത് വേറെ സംഭവിച്ചത് ഡള്ളായി, അല്ലേ? അപ്പം ഇൻസഫിഷ്യൻറ്റ് ഗ്രെയിൻ ഫ്രാക്ചർ, അല്ല? ഫ്രാക്ചർ ചെയ്യാൻ ഇൻസഫിഷ്യൻറ്റ് ഗ്രെയിൻ ഫ്രാക്ചർ. ആൻഡ് ദസ് ദിസ് ഗ്രെയിൻസ് ആർ, അപ്പൊ ഈ ഒരു ഗ്രെയിൻസ് അല്ലേ, അതായത് ബോണ്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ ബോണ്ടിൽ നിന്ന് റിലീസ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. ദീസ് ഗ്രെയിൻസ് ആർ നോട്ട് റിലീസ്ഡ് ബൈ ദ ബോണ്ട്. അപ്പം ഇപ്പോഴും ആ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള എബ്രസീവ് പാർട്ടിക്കിൾസ് ആണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. ഇറ്റ് കോസസ് കട്ടിംഗ് സർഫേസ് ഓഫ് ദ വീൽ ടു ടേക്ക് എ ഷൈനി ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലേസിങ്. ആ ഒരു കണ്ടീഷനിങ്, ആ ഒരു ഫോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, so this is the condition of a abrasive wheel in which abrasive particles of the wheel become dull. Okay, എന്നിട്ട് ആ ഒരു ഷൈനി ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ കട്ടിംഗ് സർഫേസിൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഗ്ലേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, so this glazing is caused when this wheel is too hard or revolves at too fast or too slow. എപ്പോഴാണ് ഗ്ലേസിങ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഗ്ലേസിങ് ഈസ് കോസ്ഡ് വെൻ വീൽ ഈസ് ടു ഹാർഡ്. വീല് വളരെ ഹാർഡാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ റിവോൾവ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റും അല്ലെങ്കിൽ വളരെ സ്ലോ ആണെങ്കിൽ ഗ്ലേസിങ് സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഇൻക്രീസിങ് ദ വർക്ക് സ്പീഡ് ആൻഡ് റെഡ്യൂസിങ് ദ കട്ട്. ഓക്കെ, റാപ്പിഡായിട്ട് ഇൻ്റഗ്രേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഗ്ലേസിങ് എന്ന് പറയുന്നത്. സോ that is known as glazing. Now let's go to loading. Loading എന്ന് പറയുന്നത് എന്താണ്? So glazing of the grinding wheel. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? glazing of grinding wheel എന്താണെന്ന് മനസ്സിലായില്ലേ? ഗ്ലേസിംഗ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. ഓക്കെ, ഇനി ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ലോഡിംഗ്? ലോഡിംഗ് ഓഫ് എ ഗ്രൈൻഡിങ് വീൽ. ഓക്കെ, നമ്മൾ എബ്രസീവ് ഗ്രെയിൻസ് വെച്ചിട്ടാണ്, എബ്രസീവ് ഗ്രെയിൻസും ബോൺസും വെച്ചിട്ടാണ് ഒരു വീൽ ഉണ്ടാകുന്നത്, അല്ലെ? ഗ്രൈൻഡിങ് വീൽസ് ഗ്രൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു സ്മോൾ ആയിട്ടുള്ള, അല്ലെ, വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, അല്ലെ? ബാക്കിയുള്ള കമ്പാരിറ്റീവ്ലി കട്ടിങ് അനുസരിച്ച് ഗ്രൈൻഡിങ് ഈസ് ഒരു ഓൾമോസ്റ്റ് ഫിനിഷിങ് പ്രോസസ് ആണ്, അല്ലെ?
കുറച്ച് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന വളരെ ഫൈൻ ആയിട്ടുള്ള റിമൂവൽ മെറ്റീരിയൽ ചെയ്യുന്ന സമയത്ത് ഈ ഫൈൻ ആയിട്ടുള്ള ചിപ്സ് ഇല്ലേ, ചിപ്സിന്റെ രീതിയിൽ തന്നെയല്ലേ പോവുക, പൊടി പൊടിയായിട്ട് അല്ലേ, ഈ ചിപ്സുകൾ ട്രാപ്പ് ആയിപ്പോഴും ഗ്രൈൻഡിങ് വീലിന്റെ മേലെ. ഓക്കെ, ട്രാപ്പിംഗ് ഓഫ് ചിപ്സ് ഇൻ ദ പോർസ് ഓഫ് ദ ഗ്രൈൻഡിങ് വീൽ, അതിനെയാണ് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എബ്രസീവ് ഗ്രെയിൻസോ അല്ലെങ്കിൽ അല്ലെ വെൽഡിങ്, അതായത് ഈ എബ്രസീവ് ഗ്രെയിൻസ് ഉണ്ടാവില്ലേ, അതിന്റെ വീലിന്റെ ഗ്രൈൻഡിങ് വീലിന്റെ മേലെ പോറസ് ഉള്ള മേലെ ട്രാപ്പ് ചെയ്യുന്നു, ഈ ചിപ്സ് ട്രാപ്പ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് കോസ്ഡ് ബൈ യൂസിങ് വെരി ഹാർഡ് വീൽ, ഗ്രൈൻഡിങ് സോഫ്റ്റ് മെറ്റീരിയൽ, ഇംപ്രോപ്പർ കട്ടിംഗ് ഫ്ലൂയിഡ്സ്, ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് കോസസ്. ദീസ് ആർ ദ കോസസ് ഓഫ് ദ ലോഡിംഗ് പ്രോസസ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നില്ല അല്ലെ, വളരെ ഹാർഡായിട്ടുള്ള വീൽ ഉപയോഗിക്കുന്നു, ആ ഒരു സമയത്ത് സംഭവിക്കുന്നതാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. ഗമ്മിങ് ഈസ് ഓൾസോ വൺ ഓഫ് ദ കണ്ടീഷൻ വെയർ നമ്മൾ ഒരു ഈ മഡില്ലേ, മഡ് ചളിയില്ലേ, ചളി പോലെ നിൽക്കും ഈ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിന്റെ ചളി പോലെ നിൽക്കുന്ന ആ ഒരു പർട്ടിക്കുലർ അങ്ങനെ സംഭവിക്കുന്നതിനാണ് ഗമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്ലേസിംഗ്, ലോഡിംഗ്, ഗ്ലേസിംഗ് ആൻഡ് ലോഡിംഗ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഗ്ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവുന്നതിനെയാണ് ഗ്ലേസിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് ദ ഫാക്ടർ ദാറ്റ് ദിസ് എബ്രസീവ് പാർട്ടിക്കിൾസ് ബിക്കം ഡൾ. മറ്റേതാണെങ്കിൽ ലോഡിംഗ് എന്നാണെങ്കിൽ ചിപ്സ് ട്രാപ്പ് ചെയ്യുന്നു, ഗ്രൈൻഡിങ് വീലിന്റെ സ്പേസിങ്സിന്റെ ഉള്ളിൽ നമുക്ക് പുറത്തു പോകുന്ന ചിപ്സ് ട്രാപ്പ് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അതായത് വളരെ ഫ്രീ ആയിട്ട് വീലിനെ കട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു കണ്ടീഷൻ. ഓക്കെ, ട്രാപ്പ് ചെയ്തിട്ട്. ഓക്കെ അല്ലേ? സോ ഗ്ലേസിംഗ് ആൻഡ് ലോഡിംഗ് ഓക്കെ അല്ലേ? ബാക്കി ഡ്രസ്സിംഗ് ആൻഡ് ഡ്രോയിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടക്കും. ഓക്കെ, Yes, sir. ഓക്കെ.